അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. ബിനീഷും കുടുംബവും ഉറങ്ങാൻ കിടന്ന മുറിയിലെ ഷോർട്ട് സർക്യൂട്ട് ആകാം അപകട കാരണമെന്ന് സംശയം ഉയർന്നെങ്കിലും അതല്ലെന്നാണ് പ്രാഥമിക നിഗമനം. ആത്മഹത്യയാണോ എന്നും സംശയം ഉയർന്നിട്ടുണ്ട്. അങ്കമാലിയിലെ അങ്ങാടിക്കടവ് പറക്കുളം റോഡിലുള്ള ഇരുനില വീട്ടിലെ തീപിടുത്തത്തിലാണ് അച്ഛനും അമ്മയും 2 മക്കളും മരിച്ചത്. വീടിന്റെ ഉടമസ്ഥനായ ബിനീഷ് കുര്യൻ, ഭാര്യ അനുമോൾ മാത്യു, ഇവരുടെ മക്കളായ ജവാന, ജൊസിൻ എന്നിവരാണ് മരിച്ചത്. അങ്കമാലി കോടതിക്ക് സമീപമുള്ള വീട്ടിൽ പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. വീടിന്റെ 2ാം നിലയിലാണ് തീ പിടിച്ചത്. ബിനീഷിന്റെ അമ്മ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് തീ കണ്ടത്. തുടർന്ന് സഹായിയായ ഇതര സംസ്ഥാന തൊഴിലാളിക്കൊപ്പം തീയണയ്ക്കാൻ ശ്രമിച്ചു. ബക്കറ്റിലും മറ്റും വെള്ളമെടുത്ത് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇവിടുത്തെ നായയുടെ കുര കേട്ടാണ് അയൽവാസികൾ എത്തിയത്. ഒടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. അമ്മയെ ബിനീഷിന്റെ സഹോദരന്റെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീട്ടിൽ ഫോറൻസിക് പരിശോധന നടക്കുകയാണ്. മരിച്ച ബിനീഷ് അങ്കമാലിയിലെ വ്യാപാരിയാണ്. മൂത്ത കുട്ടി 3ാം ക്ലാസ്സിലും 2ാമത്തെ കുട്ടി 1ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. അനു സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് ട്യൂട്ടറായിരുന്നു. അതേസമയം അങ്കമാലി MLA റോജി M. ജോർജ് നേരത്തെ സംഭവ സ്ഥലത്തെത്തിയിരുന്നു. ബിനീഷിന് സാമ്പത്തിക ബാധ്യത ഉള്ളതായി അറിയില്ലെന്ന് MLA പ്രതികരിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വീടിന്റെ മുകളിലെ നിലയിലെ 2 മുറികളിൽ മാത്രമാണ് തീ പിടിച്ചത്. തീ പിടിച്ചത് കണ്ട് വീടിന് താഴത്തെ മുറിയിൽ കിടന്നിരുന്ന അമ്മയും ബിനീഷിന്റെ സഹായിയായ അതിഥി തൊഴിലാളിയും എത്തിയാണ് തീയണയ്ക്കാൻ തുടങ്ങിയത്. വീടിന്റെ അടുത്തുനിന്ന് പൈപ്പിലും ബക്കറ്റിലുമെല്ലാം വെള്ളമെടുത്ത് തീയണയ്ക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ വലിയ രീതിയിൽ തീ പിടിച്ചതിനാൽ തീയണയ്ക്കാൻ സാധിച്ചില്ല. സംഭവസ്ഥലത്ത് നിന്ന് നായ കുരയ്ക്കുന്നത് കേട്ടതോടെയാണ് അയൽവാസികൾ ഓടി വന്നത്. പിന്നാലെ തീയണയ്ക്കാൻ ശ്രമം തുടങ്ങിയെങ്കിലും തീ ആളിപ്പടരുകയായിരുന്നു. പിന്നാലെ ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. മുകളിലെ നിലയിലെ 2 മുറികളിൽ മാത്രമേ തീ പടർന്നിട്ടുള്ളൂ. ഷോർട്ട് സർക്യൂട്ടല്ല തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ കാരണം വ്യക്തമാവുകയുള്ളൂ, റോജി അറിയിച്ചു. നിലവിൽ ബിനീഷിന് സാമ്പത്തിക ബാധ്യതകളുള്ളതായി അറിയില്ലെന്നും ബിസിനസ് ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും MLA പറഞ്ഞു. മരിച്ച ബിനീഷിനും കുടുംബത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലായിരുന്നെന്ന് സുഹൃത്തുക്കൾ. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ ചരമവാർഷികം മറ്റന്നാളാണ്. ഇതിന്റെ ചടങ്ങുകൾക്കായി സാധനങ്ങളടക്കം വാങ്ങുകയും കുടുംബാംഗങ്ങളെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടുതന്നെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവുമില്ലെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ടെന്നും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഉള്ളതായി തോന്നിയിട്ടില്ലെന്നും അയൽവാസികളും ബന്ധുക്കളുമെല്ലാം പറയുന്നു. നല്ല രീതിയിൽ ബിസിനസ് നടത്തുകയായിരുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് വീടിനോട് ചേർന്നുള്ള ജാതിക്കയുടെ ഗോഡൌൺ കത്തി നശിച്ചിരുന്നു. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ജീവനൊടുക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു. ധാരാളം ഭൂസ്വത്തുക്കൾ ബിനീഷിന് ഉണ്ടായിരുന്നു, സുഹൃത്തുക്കൾ പറയുന്നു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.